നമസ്കാരം. കൽദായ വീക്ക്ലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ബെനിസി. പ്രധാന വാർത്തകൾ. വിശുദ്ധ മാർ അബിമലേക് തിമോത്തിയോസ് ചാപ്പലിൽ നോമ്പിന്റെ വെള്ളിയാഴ്ചകളിൽ രാത്രി ആരാധന. മാർ അദ്ദായി സ്ലീഹ പള്ളി പറവട്ടാനി ഇടവകയുടെ 2025-2028 കാലഘട്ടത്തിലേക്കുള്ള കൈക്കാരന്മാരെയും സഭാ കൗൺസിൽ അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. സാധു സംരക്ഷണ നിധി പറവട്ടാനിയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വാർത്തകൾ വിശദമായി. കൽദായ സുറിയാനി സഭയുടെ സുവിശേഷ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നോമ്പിന്റെ വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്ക് രാത്രി ആരാധന സംഘടിപ്പിക്കുന്നു. കുരുവിളേച്ചൻ പള്ളിയോട് ചേർന്ന വിശുദ്ധ മാർ അബിമലേക് തിമോത്തിയോസ് ചാപ്പലിലാണ് ആരാധന സംഘടിപ്പിക്കുന്നത്. എല്ലാ സഭാ വിശ്വാസികളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി സുവിശേഷ സംഘം പ്രവർത്തകർ അറിയിച്ചു. മാർ അദ്ദായി സ്ലീഹ പള്ളി പറവട്ടാനി ഇടവകയുടെ 2025-2028 കാലഘട്ടത്തിലേക്കുള്ള കൈക്കാരന്മാരെയും സഭാ കൗൺസിൽ അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. മാർച്ച് 9 ഞായറാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിലാണ് 2 കൈക്കാരന്മാരെയും 10 സഭാ കൗൺസിൽ അംഗങ്ങളെയും തെരഞ്ഞെടുത്തത്. കൈക്കാരന്മാരായി പൂവത്തിങ്കൽ വർഗീസ് ജോജു, ഒല്ലൂക്കാരൻ ലോനപ്പൻ വിൽസൺ എന്നിവരെയും സഭാ കൗൺസിൽ അംഗങ്ങളായി മാളിയേക്കൽ ജോണി ജിജോ, കൊട്ടേക്കാടൻ മാത്യു അബി, പുള്ളൂക്കാരൻ ബെഞ്ചമിൻ ബിജു, പൈനാടത്ത് പൊന്മാണിശ്ശേരി ജേക്കബ് അബി, പള്ളിപ്പുറം മോഹൻ അരൂജ്, മാളിയേക്കൽ അന്തിരി ജോർജ് ആൻസൺ, തറയിൽ കല്ലുട്ടിഴി ജെയിംസ് ലാസ്, കല്ലുട്ടിഴി തിമത്തി ഗ്ലിറ്റോ, പാറയ്ക്കൽ അന്തോണി ടോണി, ചാലിശ്ശേരി ഐസക് കശീശ മകൻ കെബി എന്നിവരെയും തെരഞ്ഞെടുത്തു. സമാധാനപരവും കുറ്റമറ്റതുമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് റിട്ടേണിംഗ് ഓഫീസർ ശ്രീ CO വിൽസൺ നേതൃത്വം നൽകി. പറവട്ടാനി മാർ അദ്ദായി സ്ലീഹ പള്ളിയിലെ വിശുദ്ധ അബിമലേക് തിമോത്തിയോസ് സ്മാരക സാധു സംരക്ഷണ നിധിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി തൃശൂർ ജനറൽ ആശുപത്രിയിൽ ജീവിതശൈലി രോഗ ക്ലിനിക്കുമായി സഹകരിച്ച് 2025 മാർച്ച് 16 ഞായറാഴ്ച കാലത്ത് 10 മുതൽ 1 മണി വരെ പള്ളി മിനി ഹാളിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഡയറ്റീഷ്യൻ നയിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും പ്രഷർ ഷുഗർ നിർണയവും അസുഖങ്ങൾക്കുള്ള പരിശോധനയും ഡോക്ടറുടെ സേവനവും സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നമസ്കാരം.